ഏതാണ്ട് 9 വർഷക്കാലമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയായ ഹർഷവർദ്ധൻ ജെയിൻ എന്ന 47-കാരൻ ഒരു സാങ്കല്പിക രാജ്യത്തിൻ്റെ എംബസി ഇന്ത്യയിൽ നടത്തിയത്. ഒരുപക്ഷെ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാം ആയിരിക്കും വെസ്റ്റ് ആഫ്രിക്ക എംബസിയും അതിൻ്റെ മറവിൽ നടന്ന ഞെട്ടിക്കുന്ന ഇടപാടുകളും. രാജ്യതലസ്ഥാനമായ ഡൽഹിക്കടുത്ത് ഗാസിയാബാദിൽ ആർക്കും കാണാനാവുന്ന തരത്തിലുള്ള ഒരു ബംഗ്ലാവായിരുന്നു എംബസി ഓഫ് വെസ്റ്റ് ആഫ്രിക്ക. ഡിപ്ലോമാറ്റുകളുടേതുപോലുള്ള നമ്പർ പ്ലേറ്റുകളുള്ള 4 ആഡംബര കാറുകൾ, 54 ലക്ഷത്തിലധികം രൂപയുടെ ക്യാഷ്, ലോക നേതാക്കളോടൊപ്പമുള്ള വ്യാജ ചിത്രങ്ങൾ എന്നിവയൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം അവിടെ നിന്ന് കണ്ടെത്തിയത്. 12 വ്യാജ നയതന്ത്ര പാസ്പോർട്ടുകളാണ് ഹർഷവർദ്ധൻ ജെയിന് ഉണ്ടായിരുന്നത്. രാജ്യങ്ങളുടെയും കമ്പനികളുടേതുമായി 34 വ്യാജ സീലുകളും വ്യാജ പാൻ കാർഡുകളും വ്യാജ പ്രസ് കാർഡുകളും അടക്കം കണ്ടെത്തി. നരേന്ദ്രമോദി, മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം എന്നിവരടക്കമുള്ള രാഷ്ട്ര നേതാക്കളും ജെയിനും ഒപ്പമുള്ള വ്യാജമായി നിർമ്മിച്ച ചിത്രങ്ങളും എംബസി ഓഫ് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെടുത്തു. UK, UAE, മൗറീഷ്യസ്, ടർക്കി, ഫ്രാൻസ് അടക്കം 40-ലധികം രാജ്യങ്ങൾ ജെയിൻ സന്ദർശിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. വെസ്റ്റ് ആഫ്രിക്ക എന്ന രാജ്യത്തിന്റെ പേരിലുള്ള എംബസി കൊണ്ട് വൻ അന്താരാഷ്ട്ര സാമ്പത്തിക തട്ടിപ്പാണ് ഹർഷവർദ്ധൻ ജെയിൻ നടത്തിയത്. വിദേശ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളെ ജെയിൻ കബളിപ്പിച്ചു. അന്താരാഷ്ട്ര കരാറുകൾ വാഗ്ദാനം ചെയ്ത് സ്ഥാപനങ്ങളെ വഞ്ചിച്ചു. ഹവാല ഇടപാടുകളിലൂടെയും വിദേശ നിക്ഷേപ വാഗ്ദാനങ്ങളിലൂടെയും ജെയിൻ വൻതുക സമ്പാദിച്ചെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ജെയിന്റെ എംബസി റെയ്ഡ് ചെയ്യുന്നത്. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരാണ് ഹർഷവർദ്ധൻ ജെയിൻ? എന്താണ് വെസ്റ്റ് ആഫ്രിക്ക എന്ന രാജ്യം? ആർക്കും സംശയത്തിന്റെ ഇട കൊടുക്കാതെ ഇത്രയും കാലം എങ്ങനെ ഒരാൾ ഒറ്റയ്ക്കൊരു എംബസി നടത്തി? രാജസ്ഥാനിൽ മാർബിൾ കച്ചവടം നടത്തിയിരുന്ന ഒരു വ്യവസായിയുടെ മകനാണ് ഹർഷവർദ്ധൻ ജെയിൻ. ലണ്ടൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ നിന്നും ഗാസിയാബാദിലെ ITS കോളേജിൽ നിന്നും MBA ബിരുദധാരി. പിതാവിന്റെ മരണശേഷം കച്ചവടം മോശമായി. ഇക്കാലത്ത് ജെയിൻ ചന്ദ്രസ്വാമി എന്ന വിവാദ ആത്മീയ നേതാവുമായി സൗഹൃദത്തിലായെന്നും UK ചേക്കേറാൻ അയാൾ സഹായിച്ചെന്നും ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു. അന്താരാഷ്ട്ര ആയുധ വ്യാപാരി അദ്നാൻ ഖഷഗ്ജിയുമായി ജെയിന് ബന്ധമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. തത്വശാസ്ത്രപരമായും കലാപരമായും വെസ്റ്റ് ആഫ്രിക്ക എന്ന രാജ്യം നിലവിലുണ്ട്. അന്റാർട്ടിക്കയിലെ അവകാശികളില്ലാത്തൊരു പ്രദേശമാണ് വെസ്റ്റ് ആഫ്രിക്ക. ആഗോള കൂട്ടായ്മകളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ലാത്ത മൈക്രോനേഷൻ. 2016-ലാണ് ജെയിൻ ആ മൈക്രോനേഷന്റെ പേരിലുള്ള എംബസി ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ഷെൽ കമ്പനികൾ വഴി കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന റാക്കറ്റ് ജെയിൻ എംബസിയുടെ മറവിൽ നടത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനായി UK ആരംഭിച്ച നിരവധി കമ്പനികളെ ഉപയോഗിച്ചു. ഹർഷവർദ്ധൻ ജെയിന്റെ പേരിലുള്ള കേസിന് അടിസ്ഥാനമായ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സാങ്കേതികവിദ്യ പുരോഗമിക്കുന്ന ഈ കാലത്ത് ഒരു സാങ്കല്പിക രാജ്യത്തിന്റെ പേരിലുള്ള എംബസി വർഷങ്ങളോളം നടത്തുകയും അതിലൂടെ വൻ തുകയുടെ തട്ടിപ്പും ഹവാല ഇടപാടുകളും നടത്താനും ഒരാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.